ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്കാണ് ഈ നാട്ടിലെ ഇടതനും വലതനും കുട്ടിക്കുരങ്ങന്മാരെ പോലെ ചാടിക്കളിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ എല്ലാ വോട്ടർമാരോടും അല്ല, തൃശ്ശൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട കെട്ടികളോടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തേക്കാണ് സുരേഷ് ഏട്ടനെ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 5 വർഷമുണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണോ അത് ചെയ്യാനുള്ള സമയം. ഇപ്പോൾ അദ്ദേഹം അധികാരത്തിലോട്ട് കയറിയിട്ട് 2 കൊല്ലം പോലും തികച്ചായിട്ടില്ല. MP കസേരയിൽ മൂട്ട വന്നിട്ടും മാറിയിരിക്കാത്ത 19 മരവാഴകൾ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ഇവിടെ ആർക്കും തിരക്കണ്ട. എന്ത് പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്കാണ്. എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ഇടതന്റെയും വലതന്റെയും മാറി മാറിയുള്ള ചീത്തവിളി കേട്ടിട്ടും സുരേഷ് ഏട്ടനെ വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച തൃശ്ശൂരിലെ പ്രിയപ്പെട്ടവരോടാണ്. അദ്ദേഹത്തിന് 5 വർഷത്തെ സമയമുണ്ട്. ആ സമയം നിങ്ങൾ അവർക്ക് കൊടുക്കണം. സുരേഷ് ഗോപി തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, 5 കൊല്ലത്തിൽ എയിംസിന് തറക്കല്ലിടാതെ നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു വരത്തില്ല എന്ന്. ഇങ്ങനെ ഒരു വാഗ്ദാനം കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാക്കൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അദ്ദേഹം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ സമയം നിങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായി നൽകുക. 60 വർഷം ഈ നാട് ഭരിച്ചവർ ഈ നാട്ടിൽ എത്ര എയിംസ് കൊണ്ടുവന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. സുരേഷ് ഗോപിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുന്നു. എല്ലാം ചെയ്യാം എന്ന് പറയുന്നില്ല, പക്ഷേ പറഞ്ഞത് ചെയ്തിരിക്കും.